والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا أولي الأبصار ولو عليهم الجلاء ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب. ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തിലായിട്ടുള്ള നമ്മുടെ ഇരുത്തം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു അനുഗ്രഹത്തിന്റെ മഴ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ശഅബാനിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമളാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിദേശത്തുള്ള ഒട്ടേറെ സഹോദരങ്ങൾ, ഈ പരിപാടി വീക്ഷിക്കുന്ന നമ്മുടെ സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ജോലികളിലും മറ്റും അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ഒരു പുതിയ സൂറത്തിന്റെ വിശദീകരണം ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. സൂറത്തുൽ ഹശ്ർ. ഒരുപാട് മഹത്വങ്ങളുള്ള 24 വചനങ്ങളുള്ള സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. ഈ സൂറത്തിന്റെ അവസാന ഭാഗം എല്ലാ പ്രഭാതത്തിലും അതുപോലെ പ്രദോഷത്തിലും പ്രത്യേകം ഓതാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തെറ്റുകൾ, ആ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള നല്ല ഒരു വഴിയാണ് സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗം.
സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗം ഒരാൾ പതിവാക്കിയാൽ രാവിലെയും വൈകുന്നേരവും അത് പതിവാക്കുമ്പോൾ അത് കാരണം അവനിക്ക് ലഭിക്കാൻ പോകുന്നത് 70,000 മലക്കുകൾ അവന്റെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവോട് അപേക്ഷിക്കുമെന്നാണ്. അത് യഥാർത്ഥത്തിൽ ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന്റെ അവസാനം വിശദീകരിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. മറ്റു ചില സൂറത്തുകളെ പോലെ തന്നെ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന തസ്ബീഹിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അള്ളാഹു തആല തുടങ്ങുന്നത്. ചില സൂറത്തുകളുടെ ആദ്യത്തിലും മധ്യത്തിലുമൊക്കെ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. അൽ ഹശ്ർ സൂറത്തിന്റെ ആദ്യ ഭാഗത്തും അല്ലാഹു തആല തസ്ബീഹിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും അതുപോലെ ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വഹുവൽ അസീസുൽ ഹകീം. അവൻ പ്രതിഭാശാലിയും അഗാധജ്ഞാനിയുമാകുന്നു. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട്. അല്ലാഹു ആകട്ടെ അസീസാണ്, ഹക്കീമാണ്. അതാണ് അതിന്റെ കാരണം. ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തും. കാരണം അല്ലാഹു അസീസാണ്, അതോടുകൂടെ ഹക്കീമാണ്. ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ ആദ്യത്തിൽ ബോധ്യപ്പെടുത്താൻ. തസ്ബീഹ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ തസ്ബീഹ് ചൊല്ലുമ്പോൾ എല്ലാ പോരായ്മകളിൽ നിന്നും എല്ലാ ന്യൂനതകളിൽ നിന്നും അല്ലാഹു ഒഴിവാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ് യഥാർത്ഥത്തിൽ തസ്ബീഹ്. അത് അല്ലാഹുവിനിക്ക് ഏറെ ഇഷ്ടമാണ്. അല്ലാഹു അല്ലാത്ത ഏത് വസ്തുക്കൾ നോക്കൂ, അതിനൊക്കെ പോരായ്മകളും ന്യൂനതകളും ഉണ്ടാകും. സർവോപരി എല്ലാ വസ്തുക്കളും നശിക്കും. എന്നാൽ അല്ലാഹുവിനിക്ക് അങ്ങനെ ഒരു സംഗതിയില്ല. നാശമില്ല, യാതൊരു തരത്തിലും ന്യൂനതയുമില്ല. അവൻ ആദ്യനും അന്ത്യനും പ്രത്യക്ഷനും പരോക്ഷനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അല്ലാഹ്ക്ക് ഒരു ന്യൂനതയും ഇല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ് തസ്ബീഹ്. ഇതാവട്ടെ ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും നിർവഹിക്കുന്നുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ഓരോന്നിനും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലത്തവർ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തിന്റെ തസ്ബീഹ് ഒരിക്കൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഭക്ഷണം നേർക്ക് നേരെ ആഹാരം അല്ലാഹുവിനിക്ക് തസ്ബീഹ് ചെയ്യുന്നത് ഞങ്ങൾ കേട്ടു എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് കാണാൻ കഴിയും. അപ്പൊ ഓരോ വസ്തുക്കൾക്കും, ഭക്ഷണം എന്ന് മാത്രമല്ല, കടലിന്റെ ആഴിയിലുള്ള മുഴുവൻ വസ്തുക്കൾ, അതുപോലെ തന്നെ സഹോദര വാനലോകത്തുള്ള വസ്തുക്കൾ, കാട്ടിലുള്ള ജീവികള്, ഭൂമിക്കടിയിലുള്ള ജീവികള്, വസ്തുക്കള്, അങ്ങനെ ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട്.
ഈ കാര്യം അല്ലാഹു തആല ഈ സൂറത്തിന്റെ ആദ്യത്തിൽ ബോധ്യപ്പെടുത്തി. ഇപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ അനുഭവപ്പെടുന്ന ഒന്നാണ് മഴയുടെ മുന്നോടിയായി ചെറിയ കാറ്റും അതോടുകൂടെ തന്നെ മിന്നൽ പിണരുകൾ വരുന്നതും അതിനനുസരിച്ച് ഇടിനാഥം മുടങ്ങുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. യഥാർത്ഥത്തിൽ ഈ ഇടിമിന്നൽ മിന്നൽ പിണറുകൾ വരികയും അതുപോലെ തന്നെ ഇടിനാഥം മുടങ്ങുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് അല്ലാഹുവിനുള്ള തസ്ബീഹാണ്. ആകാശഭൂമികൾക്കിടയിലുള്ള സകല വസ്തുക്കളും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നടക്കുന്ന ഒരു സംഗതിയാണല്ലോ ഇടിമിന്നലും മറ്റും. അതുകൊണ്ടാണ് അതിന്റെ തസ്ബീഹിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗം സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് പോലും റഅദ് എന്ന സൂറത്തുർ റഅദ്. റഅദ് എന്ന് പറഞ്ഞാൽ ഇടിനാഥം എന്ന. ഈ സൂറത്തിലെ 2 വചനങ്ങൾ നോക്കൂ നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ وينشئ السحاب الثقال ويسبح الرعد بحمده والملائكة من خيفته ويرسل الصواعق فيصيب بها من يشاء وهم يجادلون في الله وهو شديد المحال. അൽ ഹശ്ർ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് തസ്ബീഹ് പറയുമ്പോൾ ഈ സാഹചര്യത്തിൽ ചില സമയങ്ങളിലൊക്കെ വരുന്ന ഇടിനാഥവും മിന്നൽ പിണരുകളും സൂറത്തുർ റഅദിലെ ഈ ആയത്ത് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ, നിങ്ങൾക്ക് ഭയവും അതുപോലെ തന്നെ ആശയും നൽകിക്കൊണ്ട് മിന്നൽ പിണരുകളെ, ഇടിനാദത്തെ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അള്ളാഹു പറയാൻ നിങ്ങൾക്ക് ഇടിനാദം വരുന്നു, അത് നിങ്ങൾക്ക് ഭയം നൽകുന്നു. അതോടുകൂടെ തന്നെ മഴ പെയ്യുമെന്നുള്ള ഒരു ആശ, ഒരു പ്രതീക്ഷ, ഇത് രണ്ടും നൽകുന്നു. ഭാരമേറിയ മേഘങ്ങളെയും അവൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നു, ഉണ്ടാക്കി തരുന്നു. ആകാശത്ത് മഴക്കാറ് എന്ന പേരിൽ വരുന്ന ഈ മേഘം യഥാർത്ഥത്തിൽ അതിന്റെ കനമത്രയാണ്, എത്ര ടണ്ണ് ഭാരമാണത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹു പറയുന്നത് ഇത് കൊണ്ടുവരുന്നത് അവനാകുന്നു. ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ. അതിന്റെ ശേഷം അള്ളാഹു വീണ്ടും പറയുന്നു, നോക്കൂ, മിന്നൽ പിണരുകളെ അവൻ കാണിച്ചു തരുന്നു നിങ്ങൾക്ക്. ഭയവും അതുപോലെ തന്നെ ആശയും നിങ്ങൾക്ക് കാണിയെ നൽകിക്കൊണ്ട് ശേഷം അള്ളാഹു പറയുന്നു, വയുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി. പിന്നീട് അള്ളാഹു പറയുന്നത്, ഇടിനാദം തന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം രക്ഷിതാവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇടിനാദം തന്റെ രക്ഷിതാവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും തന്റെ രക്ഷിതാവിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. വൽ മലായികതു മിൻ ഖീഫതി. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് മലക്കുകളും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, ആകാശലോകത്തുള്ള അനേകായിരം കോടി മലക്കുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നു. അള്ളാഹു പറയുന്നത് ഇടിനാദവും തസ്ബീഹ് ചെയ്യുന്നുണ്ട്. തൊട്ടുമുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് ബറഖ്, മിന്നൽ പിണരുകൾ, അത് ഭയം നൽകുന്നുണ്ട്.
അതോടുകൂടെ തന്നെ അത് ആശ നൽകുന്നു. ഇടിനാദം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. وَيُرْسِلُ الصَّوَاعِقَ فَيُصِيبُ بِهَا مَن يَشَاءُ. അള്ളാഹു ഇടിത്തി അതിനെ അയക്കുന്നു. അവൻ ഉദ്ദേശിച്ചവരിൽ അത് എത്തുന്നു, പതിക്കുന്നു. ഒരു വലിയ മുസീബത്തായി വരുന്നു എന്ന് തുടർന്ന് അള്ളാഹു പറഞ്ഞു, വഹും യുജാദിലൂന ഫില്ലാഹ്. അവർ അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നവരാണ്. ആ സമയത്താണ് അവർക്ക് ആ മഹാവിപത്ത് വരുന്നത്. വഹുവ ശദീദുൽ മിഹാൽ. അള്ളാഹു ആകട്ടെ അവൻ ശക്തമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് തുടർന്ന് അള്ളാഹു പറയും. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു താല പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം തന്നെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ തിരുദൂതർ അള്ളാഹുവിന്റെ വിഷയത്തിൽ വല്ലാതെ തർക്കിക്കുന്ന, പരിഹസിക്കുന്ന ഒരാളെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വഹാബിയെ പറഞ്ഞയച്ചു. ആ സ്വഹാബി അദ്ദേഹത്തിന്റെ അരികെ ചെന്നിട്ട് അള്ളാഹുവിന്റെ മാർഗമാണ് സത്യം, ഈ കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അവ പരിഹാസ രൂപത്തിൽ അദ്ദേഹം ചോദിച്ചു, ഈ അള്ളാഹു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇരുമ്പ് കൊണ്ടാണോ അതോ സ്വർണം കൊണ്ടാണോ ചെമ്പ് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പരിഹസിച്ചു. അപ്പോൾ ഈ സ്വഹാബി തിരിച്ചു പോന്നു. അള്ളാഹുവിന്റെ തിരുദൂതരെ രണ്ടാമത് വീണ്ടും അദ്ദേഹത്തിന്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. എങ്ങനെങ്കിലും നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ രണ്ടാമത് പ്രാവശ്യവും അദ്ദേഹം പരിഹസിച്ചു. അള്ളാഹുവിനെ കളിയാക്കിയിട്ട് അവൻ ചോദിച്ചു, അള്ളാഹു സ്വർണം കൊണ്ടാണോ ഇരുമ്പ് കൊണ്ടാണോ എന്നൊക്കെ വീണ്ടും ചോദിച്ചു. ഒരു തരം തർക്കം. അദ്ദേഹം മടങ്ങിപ്പോന്നു. അള്ളാന്റെ തിരുദൂതർ മറ്റൊരിക്കൽ കൂടി പറഞ്ഞയച്ചു, മൂന്നാമത്തെ പ്രാവശ്യം. ആ സമയത്തും അയാൾ പരിഹാസത്തിന്റെ വഴിയാണ് സ്വീകരിച്ചത്. ആ സന്ദർഭത്തിൽ അതിശക്തമായ ഒരു മിന്നൽ പിണരുകൾ, ഒരു ഇടിനാദം അദ്ദേഹത്തെ അള്ളാഹു തല കരിച്ചു കളഞ്ഞു. എന്നിട്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ് ഈ ആയത്ത്. ഈ രണ്ടായത്ത് മിന്നൽ പിണരുകളെ അവൻ അയക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം അതെങ്ങാനും നമ്മുടെ മേലെ തട്ടിയാൽ എന്താകും എന്ന ഒരു ഭയം സ്വാഭാവികമായിട്ടും മിന്നൽ പിണരുകൾ കാരണം നമുക്ക് വരും. കാരണം വല്ലാത്തൊരു രൂപത്തിൽ അതിശക്തമായ മിന്നൽ പിണരുകൾ വരുന്ന സമയത്ത് അത് വല്ലാത്തൊരു ഭീഷണിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത്. അടങ്ങാനും മേലെ പതിച്ചു പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. സാങ്കേതിക മികവിന്റെ പേരിൽ അഹങ്കരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. എന്നാൽ നേരത്തെ ഒരിക്കൽ അമേരിക്കയിലെ ഒരു വലിയ ആയുധ നിർമ്മാണശാലയിൽ മിന്നലേറ്റുകൊണ്ട് സകല ആയുധങ്ങളും കത്തിച്ചാമ്പലായി. ഇരുമ്പാണ് മിന്നലേറ്റിട്ട് ഉരുകി പോകുന്നത്. ആയുധശാലയ്ക്ക് തീ പിടിച്ചു. എന്നാൽ അങ്ങനെ മിന്നലേൽക്കാതിരിക്കാനുള്ള ചില മുൻകരുതലുകളൊക്കെ അവർ സ്വീകരിച്ചിരുന്നു. വെറുതെ ആയിപ്പോയി. അടുത്ത് കണ്ടില്ലേ ഒരു പള്ളിന്റെ മിനാരം വീണത്? ചേർത്തി വായിച്ചാൽ. അതേപോലെ തന്നെ ഇവരുടെ ആയുധ നിർമ്മാണശാല കത്തി നശിച്ചതുപോലെയാണ് വേറെ ചില സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് കാലിഫോർണിയയിൽ എണ്ണപ്പാടങ്ങൾ അതിശക്തമായ മിന്നലേറ്റ് അത് കാരണത്താൽ കത്തിച്ചാമ്പരാണ്. എത്രയോ സംഭവങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മിന്നൽ പിണരുകൾ എന്ന് പറയുന്നത് റഅദ് സൂറത്തിൽ അല്ലാഹു തആല പറയുന്നത് പോലെ തന്നെ അത് വലിയ ഭയം സൃഷ്ടിക്കും മനുഷ്യന്റെ മനസ്സിൽ. എന്നാൽ ചെറിയ തോതിലാണെങ്കിലോ വല്ലാത്തൊരു ആശ, അൽഹംദുലില്ലാഹ് മഴ വരുന്നു എന്നതിന്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ അത് നമുക്ക് പറഞ്ഞാൽ നല്ല മനസ്സിലാവും. കാറ്റും അതുപോലെ തന്നെ. എന്നാൽ അതേ സമയത്ത് ശക്തമായിട്ട് അടിച്ചു വീശിയാലുള്ള അവസ്ഥ 2 ദിവസം മുമ്പ് നമ്മളൊക്കെ അറിഞ്ഞതാണ്. പല ഭാഗങ്ങളിലും കനത്ത നഷ്ടം സംഭവിച്ചത്. ഏതായിരുന്നാലും അല്ലാഹു തആല പറയുന്നത്, സഹോദര, ഇടിനാദം എന്ന് പറയുന്ന ഒരു തമാശയല്ല, അത് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണെന്ന് ഖുർആൻ നേർക്ക് നേരെ പറയുന്നു. ഇടി തസ്ബീഹ് ചെയ്യുകയാണ്.
ഇതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല റഅദ് സൂറത്തിലെ 13-ാം വചനത്തിൽ പറയുകയാണ്. അതുകൊണ്ടാണ് ഇടി അനുഭവപ്പെടുന്ന സമയത്ത്, മിന്നൽ അനുഭവപ്പെടുന്ന സമയത്ത് സുബ്ഹാനമൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി എന്ന് ചൊല്ലൽ സുന്നത്ത്. ആ 13-ാം വചനത്തിന്റെ ആദ്യത്തിൽ അതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ചൊല്ലേണ്ടത്, പക്ഷെ കുറച്ച് കൂട്ടാനുണ്ട്. സുബ്ഹാനമൻ, പിന്നെ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി എന്ന് ചൊല്ലിയാൽ അത് അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ അതാണ് ചെയ്യണം. ഇനി ഒരു ഇടിനാഥം മാത്രമല്ല, നമ്മൾ ഇനിയും ഈ സൂറത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് വരണം. കാരണം അതിൽ അല്ലാഹു തആല പറയുന്നത് ആകാശഭൂമികൾക്കിടയിലുള്ള സകല വസ്തുക്കളും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നാണ്. എല്ലാ വസ്തുക്കളും. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നമ്മളും വാഴ്ത്തണം. മലക്കുകൾ അത് വാഴ്ത്തുന്നു എന്നാണ് റഅദ് സൂറത്തിൽ പറഞ്ഞത്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മലക്കുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അർശിനെ ചുമക്കുന്ന മലക്കുകൾ അതൊരൽപ്പം ഭാരമായി അവർക്ക് തോന്നിയപ്പോ അവർ അല്ലാഹുവോട് പറഞ്ഞുവത്രേ, ഇതൊന്ന് ലഘൂകരിച്ചു തരണം. ആ സന്ദർഭത്തിൽ അല്ലാഹു അവരോട് പറഞ്ഞുവത്രേ, എന്ത്? സുബ്ഹാനല്ലാഹ്. അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോളൂ. അങ്ങനെയാണ് ആകാശലോകത്തുള്ള പരകോടി മലക്കുകൾ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്. തസ്ബീഹുകൾ ഒരുപാടുണ്ട്, അതിൽ പ്രധാനപ്പെട്ടതാണ്. സഹോദര, അതിനു ശേഷം അല്ലാഹു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഥമ ഘട്ടത്തിൽ ഒന്ന് തുമ്മി. ആ സമയത്ത് അല്ലാഹു ആദം നബിയോട് പറഞ്ഞു, ഖുൽ അൽഹംദുലില്ലാഹ്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായിട്ട് തുമ്മിയതിന്റെ ശേഷം അൽഹംദുലില്ലാഹ് പറഞ്ഞു. മലക്കുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സുബ്ഹാനല്ലാഹയുടെ ശേഷം അവർ അൽഹംദുലില്ലാഹ് എന്ന് കൂടി ചേർത്തി കൊടുത്തു. പിന്നീട് ഒരുപാട് നൂറ്റാണ്ടുകൾ അവർ ചൊല്ലിയത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. അങ്ങനെ അതിനുശേഷമാണ് മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അദ്ദേഹത്തിന്റെ കാലത്താണ് ആളുകൾ പരദൈവങ്ങൾക്ക് ആരാധിക്കാൻ തുടങ്ങിയത്, അല്ലാഹു അല്ലാത്ത വസ്തുക്കൾക്ക് ആരാധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹത്തോട് അല്ലാഹു പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അല്ലാഹു അല്ലാതെ വേറെ ആരാധനക്കർഹനില്ല. സഹോദര, മലക്കുകൾ ഇത് കേട്ട് അവർ ചൊല്ലുന്നതിന്റെ പിറകെ ഇതുകൂടി അവർ ചേർത്തി കൊടുത്തു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഒരുപാട് കാലം അവർ ചൊല്ലിയത് അങ്ങനെയാണ്. പിന്നീട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധന രംഗത്ത് വന്നു. അദ്ദേഹത്തോട് തന്റെ സ്വന്തം സന്താനത്തിന്റെ കുഞ്ഞിന്റെ കഴുത്തറുക്കാൻ അല്ലാഹു കൽപ്പിച്ചു. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അങ്ങനെ അദ്ദേഹം സ്വന്തം കുഞ്ഞിന്റെ കഴുത്തറുക്കാൻ വേണ്ടിയിട്ട് മിനായിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിലേക്ക് കത്തിക്കൊണ്ടുപോയി. ആകാശലോകത്ത് പരകോടി മലക്കുകൾ അതിന് സാക്ഷിയാണ്. ആ സമയത്ത് അവസാന ഘട്ടത്തിൽ മൂർച്ചയേറിയ കത്തി ആ ഇളം കഴുത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ കൽപ്പന വന്നു, യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അല്ലാഹു ഉടനെ വിളിച്ചു, ഇബ്രാഹിം വേണ്ട, അറക്കണ്ട, ഇതൊരു സ്വപ്നമായിരുന്നു. അങ്ങ് ഇതൊരു താങ്കൾ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇതൊരു പരീക്ഷണമാണ്. പകരം ആടിനിറക്കി. ആടിനിറക്കുന്ന സമയത്ത് സഹോദര, സന്ദർഭത്തിൽ അദ്ദേഹം തക്ബീറുമാക്കി അല്ലാഹു അക്ബർ. അതാണ് ആ ദിക്റിന്റെ ശേഷം മലക്കുകൾ ചേർത്തി കൊടുത്തത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിനുശേഷം അല്ലാഹുവിന്റെ തിരുദൂതർ വന്നു.
പ്രധാനപ്പെട്ട ഈ തസ്ബീഹ് വന്ന വഴിയെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ നബിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അള്ളാന്റെ തിരുദൂതർ ആശ്ചര്യപൂർവ്വം പറഞ്ഞു, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. മലക്കുകൾ അതുകൂടി ചൊല്ലാൻ തുടങ്ങി. ഇതാണ് തസ്ബീഹുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട തസ്ബീഹ്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് വിശദീകരണങ്ങൾ കാണാം. സഹോദര, എന്തിനാണ് അള്ളാഹു തസ്ബീഹിനെ സംബന്ധിച്ച് ഇടക്കിടക്ക് പറയുന്നത്? ഖുർആനിൽ ഒരു ഭാഗത്ത് പറഞ്ഞാൽ പോരെ, ഖുർആനിൽ ഒരു ഭാഗത്ത് പറഞ്ഞാൽ പോരെ. അതാണ് തസ്ബീഹിന്റെ വിഷയം വരുമ്പോ, ആ ആയത്തുകൾ വരുമ്പോ നമ്മൾ ഇതൊന്ന് ആവർത്തിക്കുന്നത്. കാരണം അള്ളാഹു ആവർത്തിച്ചതെന്തിനാ? മറക്കരുത് സഹോദര, ആ കാര്യത്തെ പറ്റി നല്ല ശ്രദ്ധ വേണം. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ എത്ര കൂലിയാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുമ്പോൾ കൂലി ഒരൽപ്പവും കൂടി നമുക്ക് കൂടി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് അല്ലാഹു പ്രതിഫലം വർദ്ധിപ്പിക്കുകയാണ്. ഓരോ തസ്ബീഹിനും അതിൻ്റെതായ മഹത്വങ്ങൾ. സംബന്ധിച്ച് പറയുന്നത് സുഹൃതം നമ്മൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം മറ്റേ തട്ടിലിട്ടാൽ അതിനായിരിക്കും ഭാരം കൂടുതൽ. അതാണ് ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതാണ് 4 റക്അത്ത് നിസ്കാരമായ തസ്ബീഹ് നിസ്കാരത്തിൽ ഒരു റക്അത്തിൽ 75 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലി മൊത്തം 300 തസ്ബീഹ് നമ്മൾ ചൊല്ലുന്നു. ഒരു 25 മിനിറ്റ്, ഏറിയാൽ ഒരു 30 മിനിറ്റ് ഉണ്ടായാൽ നമുക്ക് വളരെ സാവകാശം, മനസ്സിന് സന്തോഷം വരുന്ന രൂപത്തിൽ, തൃപ്തികരമായ രൂപത്തിൽ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാം. 300 തസ്ബീഹ് അതിൽ വരുന്നുണ്ട്. ആ തസ്ബീഹ് ഈ തസ്ബീഹ. അത് തന്നെയാണ് പെരുന്നാൾക്ക് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകൾക്കിടയിൽ ചൊല്ലുന്നത്. എത്ര പ്രതിഫലമാണ് അത് കാരണം നമുക്ക് ലഭിക്കുന്നത്? വളരെ സിമ്പിളാണ്. നമ്മളൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ഒരുങ്ങിയാൽ ഈ നിസ്കാരം നമുക്ക് നിർവഹിക്കാം. 4 റക്അത്ത് നിസ്കാരം രാത്രിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 റക്അത്ത് നിസ്കരിക്കും. പകൽ സമയത്താണ് ഈ നിസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ 4 റക്അത്ത് കൂട്ടിയിട്ട് നിസ്കരിക്കുക, ളുഹർ നിസ്കരിക്കുന്നത് പോലെ, ഇടയിൽ സലാം വീട്ടാതെ. ഇനി രാത്രി സമയത്ത് ഒരാള് 4 റക്അത്ത് കൂട്ടി നിസ്കരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ല രീതി രാത്രിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഇടയിൽ സലാം വീട്ടണം, സൗകര്യം പോലെ നിസ്കരിക്കണം. 4 റക്അത്ത് തസ്ബീഹ് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു നിയ്യത്ത് വെച്ച്. 1ാമത്തെ റക്അത്തിൽ വജ്ഹത്ത് ഓതി ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് അതിനുശേഷം അൽഹാകുമുത് തകാസുർ എന്ന സൂറത്ത് ഓതി പിന്നീട് 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. അതിനുശേഷം സാധാരണ പോലെ റുക്കൂഇൽ വെച്ച് സാധാരണ ചൊല്ലുന്നത് കഴിഞ്ഞതിന്റെ ശേഷം 10 പ്രാവശ്യവും, അതുപോലെ എഴുത്തിദാലിലും സാധാരണ ചൊല്ലുന്നത് ചൊല്ലിയതിന്റെ ശേഷം 10 പ്രാവശ്യവും, അതുപോലെ സുജൂദില് ഇടയിലുള്ള ഇരുത്തത്തില് 2ാം സുജൂദില് ഒക്കെ സാധാരണ ചൊല്ലുന്നത് ചൊല്ലിയിട്ട് 10 പ്രാവശ്യം വീഴും. 2ാമത്തെ സുജൂദ് കഴിഞ്ഞാൽ 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഇരുത്തുണ്ട്. ആ ഇരുത്തത്തിൽ ഒരു 10 പ്രാവശ്യം, അപ്പൊ 75 പ്രാവശ്യം. ഇനി 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം വൽ അസ്രി സൂറത്ത് ഓതൽ സുന്നത്താണ്. അതിനുശേഷം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇനി 15 പ്രാവശ്യം, ബാക്കിയുള്ളിടത്തൊക്കെ 10 പ്രാവശ്യം. 2ാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് വരും. അത്തഹിയാത്തിന്റെ മുമ്പാണ് 10 പ്രാവശ്യം ചൊല്ലേണ്ടത്. 3ാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം കാഫിർ എന്ന സൂറത്ത് ഓതുക. ചൊല്ലാനുള്ളതൊക്കെ അതേ കണക്ക് തന്നെ. 3ാമത്തെ റക്അത്തിലാവുമ്പോ 4ാമത്തെ റക്അത്തിലേക്കുള്ള നൃത്തത്തില് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തില് 10 പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 4ാമത്തെ റക്അത്തിൽ ഫാത്തിഹന്റെ ശേഷം ഇഖ്ലാസ് സൂറത്ത് ഓതണം. പിന്നീട് സാധാരണ പോലെ തന്നെ 4ാമത്തെ റക്അത്തിലെ അത്തഹിയാത്തിന്റെ മുമ്പാണ് 10 പ്രാവശ്യം ചൊല്ലേണ്ടത്.
അത്തഹിയാത്തിന്റെ മാത്രം മുമ്പും ബാക്കിയൊക്കെ ശേഷം. ഇങ്ങനെ സഹോദര ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നത് എത്രയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹാണത്. ആ തസ്ബീഹിനെ പറ്റി അള്ളാന്റെ റസൂല് പറഞ്ഞത് അത് സ്വർഗത്തിലെ മരമാകുന്നു. അത് ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ 4-5 മരങ്ങൾ നമുക്ക് സ്വർഗത്തിൽ അതിന്റെ പേരിൽ വരുമെന്നാണ്. മിഅ്റാജിന്റെ യാത്രയിൽ പുണ്യനബിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകം ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്. തസ്ബീഹ് ഒരു സംഭവമാണ്, അള്ളാഹുവിലുള്ളൊരു ദിക്റാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് സഹോദര, അതിനെപ്പറ്റി നമ്മൾ ഏറെ ശ്രദ്ധിക്കണം, ഒരുപാട് ചൊല്ലണം. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ നാവിൽ നിന്ന് നിരന്തരം വരണം. അത് നമുക്ക് ചെലവൊന്നുമില്ലല്ലോ. യാത്രയിൽ നമുക്ക് ചെല്ലാം, നമ്മുടെ ജോലിയിൽ നമുക്ക് ചെല്ലാം. എല്ലാ സമയത്തും നമ്മുടെ നാവിൽ നിന്ന് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് വരുന്ന സമയത്ത് ഓരോന്നിനും ഇതിന്റെയൊക്കെ വലുപ്പം നമ്മൾ അറിയും. ഇൻഷാ അല്ലാഹ് മരണത്തോടുകൂടെയാണ് ഇതിന്റെ വലുപ്പം നമുക്കറിയാം. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എന്നിട്ട് അതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്ത് മുതൽ വലിയൊരു സംഭവം പറയാം. ആ ഓതി വെച്ച ആയത്ത് മാത്രം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بإذن علمه فبأولئك الأبصار. നോക്കൂ, ഒരു വലിയ സംഭവം അല്ലാഹു പറയാൻ. ബനു നളീർ എന്ന് പറയുന്ന ഒരു ഗോത്രക്കാരുണ്ടായിരുന്നു, യഹൂദി ഗോത്രക്കാർ മദീനയിൽ. അവർക്ക് അള്ളാഹിന്റെ തിരുദൂതർ എല്ലാ നിലക്കും അഭയം നൽകി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ മുൻതന സൂറത്ത് പറഞ്ഞപ്പോ, ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്. അവിശ്വാസികളായ ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഒരിക്കലും അവരെ ആക്രമിക്കാനോ അവരെ പ്രയാസപ്പെടുത്താനോ ഒരിക്കലും ഇസ്ലാം ആഹ്വാനം ചെയ്തിട്ടില്ല. ഒരുപാട് രേഖകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ഡസനോളം ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ വിശദീകരിച്ചു. നോക്കൂ, നിങ്ങൾ മദീനയിൽ ഒരുപാട് യഹൂദികൾ ഉണ്ടായിരുന്നു. മദീന ഇസ്ലാമിന്റെ കാൽക്കീഴിൽ വന്നപ്പോഴും അള്ളാഹുവിന്റെ റസൂല് അവർക്ക് അഭയം നൽകി. മാന്യമായ നിലപാടാണ് അവരോട് സ്വീകരിച്ചത്. പക്ഷെ അവർ കളിച്ചു. ബനൂ ഖുറൈള ഗോത്രക്കാർക്കും ബനു നളീർ ഗോത്രക്കാർക്കും ആ യഹൂദി ഗോത്രങ്ങൾക്ക് അവർ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ട് പോലും അവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള അവസരം നൽകി. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഈ ബനു നളീർ ഗോത്രക്കാര് അവർ വല്ലാതെ നബിക്കും സ്വഹാബത്തിനുമെതിരെ പ്രവർത്തിച്ചു. മദീനയിൽ ഒരുപാട് കപടവിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരെ കൂട്ടുപിടിച്ചു ഇവർ. മാത്രമല്ല, മറ്റൊരു കൊടിയ ശത്രുക്കളെ രഹസ്യമായി അവരോട് ബന്ധം പുലർത്തുകയും എന്നിട്ട് ഒരു ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിനും സ്വഹാബത്തിനുമെതിരെ. എന്നാലോ മദീനയിൽ എല്ലാ സഹായങ്ങളും നാം അവർക്ക് ചെയ്തു കൊടുക്കും. കൊടും വഞ്ചന. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പാട്ടുകാരൻ, അവനിക്ക് വധശിക്ഷ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഏതല്ല, റസൂലുള്ളാഹിന്റെ കവിയായ കഅബ് റളിയല്ലാഹു അൻഹു വേറൊരു കഅബുണ്ട്. അവൻ വല്ലാതെ പാട്ട് പാടിയിട്ട് റസൂലുള്ളാഹിനെ വല്ലാതെ കഴുത്തി. അവന്റെ പാട്ട് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടു. ഏതായിരുന്നാലും ഇവർ വല്ലാതെ കളിച്ച സാഹചര്യത്തിൽ റസൂല് തീരുമാനിച്ചു ഇവരെ പുറത്താക്കണം, മദീനയിൽ നിന്ന് പുറത്താക്കണം. അതിലൊന്നും തീവ്രതല്ലല്ലോ. അപ്പൊ നോക്കൂ നിങ്ങൾ, ജമ്മു കാശ്മീരിൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ നമ്മുടെ 2 ജവാന്മാരെ പാകിസ്ഥാൻ പട്ടാളക്കാർ വെടിവെച്ച് കൊന്നു എന്ന് മാത്രമല്ല, അവരുടെ ആ മൃതദേഹം വെച്ച് അവർ കളിച്ചു. അതുകൊണ്ട് തന്നെ അതിന് വലിയ ഒരു തിരിച്ചടി നൽകാനാണ് അത്രേ ഇന്ത്യയുടെ തീരുമാനം. ഇതിനെതിരെ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കോ? ഇല്ല. എന്തുകൊണ്ട്? നമുക്ക് നമ്മുടെ രാജ്യം വലുതാണ്. നമ്മുടെ രാജ്യത്തെ ജവാന്മാർ എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ കാവലാളാണ്.
അപ്പൊ നമ്മുടെ 2 ജവാന്മാരെ അവരുടെ ജഡത്തോട് പോലും മയ്യത്തിനോട് പോലും ആദരവ് കാണിക്കാൻ പാകിസ്ഥാൻ പട്ടാളക്കാർ തയ്യാറായില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ നല്ല സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പട്ടാളക്കാർക്ക്, നമ്മുടെ ഭരണാധികാരികൾ. തിരിച്ചടിക്കാൻ ഈ തിരിച്ചടിയെ ഒരു തീവ്രവാദമെന്ന് ആരും പറയുന്നില്ല. എന്തുകൊണ്ട്? അവർ ഇങ്ങോട്ട് ചെയ്തത് ആ ഒരു രീതിയാണ്. നേരത്തെ ഒരു മിന്നലാക്രമണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതുപോലെ അതിനുള്ള പ്രവർത്തനം അവർ ചെയ്തു എന്നാണ്. ഇതുപോലെ നോക്കൂ സഹോദര, ഇതുപോലെ ആലോചിച്ചാലും മതി. ഈ വിഷയത്തിൽ മാത്രം ചില ആളുകൾ സംശയിക്കും, എന്തിനു പ്രവാചകൻ അങ്ങനെ ചെയ്യും? അവർക്കെല്ലാ നിലക്കും അഭയം നൽകി. പക്ഷേ അഭയം നൽകിയിട്ടും ആ ചോരയോടൊപ്പം കയ്യിനെ അവർ കടിക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെ മദീനയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അതാണ് ഖുർആൻ പറയുന്നത്, ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. വേദക്കാരിൽ നിന്നുള്ള സത്യനിഷേധികളെ അവൻ പുറത്താക്കിയവനാണ്. അള്ളാഹു പറയാണ്, അള്ളാഹിനെ പറ്റി പറയാണ്, വേദക്കാരിൽ നിന്നുള്ള സത്യനിഷേധികളെ അള്ളാഹു പുറത്താക്കി. മിൻ ദിയാരിഹിം, അവരെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന്. ലി അവ്വലിൽ ഹശ്ർ, ഒന്നാമത്തെ നാടുകടത്തലിൽ. രണ്ടാമത്തതും മറ്റൊക്കെ നാടുകടത്തൽ വീണ്ടും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ നാടുകടത്തലിൽ വേദക്കാരിൽ നിന്നുള്ള സത്യനിഷേധികളെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കിയവനാണ് അല്ലാഹു. മാ ളനന്തും അൻ യഖ്റുജൂ, അവർ പുറത്തു പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അല്ലാഹു നമ്മളോട് പറയണം. അതായത് അവർക്ക് എല്ലാ നിലക്കുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗമൊന്നും അവരെ പുറത്ത് ചാടിക്കാനോ അവർ പുറത്തു പോകാനോ പറ്റുന്നൊരവസ്ഥ ആയിരുന്നില്ല എന്ന്. അതാണ് അല്ലാഹു പറയുന്നത്. പടച്ചോൻ എല്ലാത്തിനും കഴിയുന്നു. ശത്രുക്കളും എല്ലാ കാലത്തും മനസ്സിലാക്കേണ്ടതാണ്. അവർ എല്ലാ നിലക്കും ആളും അർത്ഥവും ഉണ്ടായിരുന്നത് കൊണ്ട് അവർ മദീനയിൽ നിന്ന് പുറത്താക്കാനോ മറ്റോ സാധിക്കില്ല എന്നായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത്. എന്നാൽ നോക്കൂ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാ. അള്ളാഹു പറയുന്നത്, മാ ളനന്തും അൻ യഖ്റുജൂ, അവർ പുറത്തു പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. വളന്നൂ അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവരുടെ കോട്ടകൾ അവരെ തടഞ്ഞു നിർത്തുമെന്ന് അവരും വിചാരിച്ചിരുന്നു. അതായത് ഈ യഹൂദികൾക്ക്, ഈ ജൂതന്മാർക്ക് മദീനയിൽ വലിയ കോട്ടകൾ ഉണ്ടായിരുന്നു. ആ കോട്ടക്കകത്ത് കയറിയിട്ട് അവർ പ്രതിരോധിച്ചാല് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവരും വിചാരിച്ചു ഞങ്ങൾക്കൊരു പ്രശ്നം വരൂല. നമ്മൾ വിചാരിച്ചു അവരെ പുറത്താക്കാൻ കഴിയില്ല. അവർ വിചാരിച്ചു ഞങ്ങൾ ഒരിക്കലും പുറത്തു പോകൂല, ഞങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല, ഞങ്ങൾക്കതിന് മാത്രം കോട്ടകളുണ്ട്, ആ കോട്ടകൾ ഞങ്ങളെ സംരക്ഷിക്കും എന്ന് അവരും വിചാരിച്ചു. അല്ലാഹു പറയാണ്, ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബൂ. നോക്കൂ, ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ പുറത്തു പോകേണ്ട അവസ്ഥ അല്ലാഹു അവർക്ക് നൽകി. വഖദഫ ഫീ ഖുലൂബിഹിമുർ റഅബ്, അല്ലാഹുവിന്റെ ഹൃദയത്തിലേക്ക് ഒരു തരം ഭയത്തെ കോരിയിട്ടു. അല്ലാഹു അവരുടെ ഹൃദയത്തിൽ ഒരു ഭയം വിട്ടുകൊടുത്തു. യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം വഐദിൽ മുഅ്മിനീൻ, അവരുടെ സ്വന്തം കൈകളെ കൊണ്ടും മുഅ്മിനീങ്ങളുടെ കൈകളെ കൊണ്ടും അവർ അവരുടെ വീടുകളെ തകർത്ത് കളഞ്ഞു. ഫഅ്തബിറൂ യാ ഉലിൽ അബ്സ്വാർ, കണ്ണുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എന്നാണ്. ശത്രു എത്ര ശക്തിയുള്ളവനാണെങ്കിലും അവന്റെ ആ ശക്തിയെ ക്ഷയിപ്പിക്കാൻ അല്ലാഹു കഴിയും. അപ്പൊ നോക്കൂ, ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ രഥം ഉരുട്ടി സഹോദര ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി, കലാപങ്ങളുണ്ടാക്കി, കുഴപ്പങ്ങളുണ്ടാക്കി. ഒരു കാലത്ത് വലിയൊരു ഹീറോ ആയിരുന്നു ആര്? എൽഖദ്വൻ. ഇപ്പൊ നോക്കൂ നിങ്ങൾ, സ്വന്തം പാളയത്തിലെ പട തന്നെ അദ്ദേഹത്തെ ഒതുക്കി. അധികാരത്തിന്റെ ഒരു കസേര
ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ബാബരി പള്ളി പൊളിച്ചതിന്റെ അതിന്റെ കേസിൽ വീണ്ടും അദ്ദേഹം ചർച്ചയായി. ആലോചിച്ച് നോക്കൂ. സടപോയ സിംഹത്തെ പോലെ ആണ് യഥാർത്ഥത്തിൽ ഇപ്പം. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കാലത്ത് ആരായിരുന്നു? ഇന്ന് ചില ക്രൂരന്മാരായ ഭരണാധികാരികളുണ്ട്. അധികാരത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള നിലപാട് സ്വീകരിച്ചവർ. ഇവരെയും കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. ഒരു കാലത്ത് സല്യൂട്ട് ചെയ്ത പോലീസുകാർ പിന്നെ അവരെ തന്നെ കയ്യിൽ ആമം വെക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കും. പടച്ചോൻ അതിന് സാധിക്കും. ലോകത്തൊരുപാട് സ്വച്ഛാധിപതികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. സഹോദര, ആളുകളുടെ മനുഷ്യരുടെ ചോര കൊണ്ട് കൈ കഴുകിയവർ, അവർക്കൊക്കെ ലാസ്റ്റ് വരാനുള്ളതാണ്. ജീവച്ഛവമായി കടന്ന് മരിക്കാതെ എന്നാൽ ജീവിക്കാതെ എന്ന് പറഞ്ഞതുപോലെ മാലോകരറിയും അവരതൊക്കെ അനുഭവിക്കേണ്ടതാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് ജനങ്ങളുടെ ചിന്ത വരും. എത്രയോ നമ്മൾ കാണുന്നു. പരലോകത്ത് വേറെ, പരലോകത്തിൽ ഇവർക്ക് വിശ്വാസമില്ലല്ലോ. ഏതായിരുന്നാലും സഹോദര, നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. ബദറും അതിന്റെ ഉദാഹരണമാണ്. 1000ഓളം വരുന്ന സർവായുധ വിഭൂഷിതരോട് വെറും 313 നിരായുധർ എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് തോന്നിപ്പോകും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാനാണ് പ്രധാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മൂർച്ചയേറിയ ആയുധം യഥാർത്ഥത്തിൽ അതാണ് സഹോദര. ബോംബിനേക്കാൾ, അണുബോംബിനേക്കാൾ ശക്തി അതിനാണ്. മുസ്ലിങ്ങൾക്ക് അതാണ് വലുത്. അതുകൊണ്ടല്ലേ ബദറിൽ വിജയമുണ്ടായത്. ഭൗതികമായിട്ട് നോക്കുമ്പോ ആ കോണിലൂടെ വീക്ഷിക്കുമ്പോ അബൂജഹലിന്റെ പട്ടാളം എത്ര സുശക്തമായിരുന്നു, എത്ര ശക്തമായിരുന്നു. എല്ലാ നിലക്കും കഴിവുണ്ടായിരുന്നു. 100% വിജയിക്കാനുള്ള സാധ്യത അവർക്കാണ്. കാരണം നമ്മളൊരു യുദ്ധത്തിന് ഒരുങ്ങിയതല്ല. അവിചാരിതമായി യുദ്ധമുഖത്ത് എത്തിപ്പെട്ടതാണ്. അവിചാരിതമായിട്ട് എത്തിപ്പെട്ടതാണ്. അങ്ങനെയുണ്ടല്ലോ ചിലയിടത്തൊക്കെ അല്ലെ. പുതിയാപ്പിള വരുന്ന സമയത്ത് പുതിയാപ്പിളന്റെ ഒപ്പമുള്ള ആളുകള് ഭയങ്കര കൂത്താട്ടം. അപ്പൊ കല്യാണത്തിന് വന്ന പെണ്ണിന്റെ വീട്ടുകാര് നന്നായാണ് പെരുമാറി. അങ്ങനെ ഒരു യുദ്ധം പ്രതീക്ഷിച്ചതല്ല. കല്യാണത്തിന് വന്നപ്പോ യാദൃശികമായിട്ട് കല്യാണപ്പെരന്ന് അടിക്കേണ്ടി വന്നു. അതിനാണ് അടിക്കേണ്ടത്. നമ്മളെ കല്യാണത്തിന് മാത്രമാണ് ഈ ജാതി പേക്കൂത്ത് അല്ലെ. പരലോകത്തിലൊരു വിശ്വാസമില്ലാത്ത അവിശ്വാസികള് എത്ര ശാന്തമായിട്ടാ കല്യാണം നടത്തുന്നത്. ചിന്തിച്ചോ. നമ്മളെ കല്യാണം മാന്യതയുടെ സകല സീമകളും ലംഘിച്ച് എന്തൊക്കെ JCBന്റെ പട്ടിയിലൊക്കെ പുതിയാപ്പള്ളി പുതിയണ്ണിനെ കൊണ്ടുപോകാൻ ഇവിടെ പഠിച്ചോൻ വെറുതെ വിടുവോ? ആ കുടുംബജീവിതത്തിൽ എന്ത് റാഹത്തുണ്ടാകാം? കുതിരളിക്കല്ല. അള്ളട്ട് പൂട്ടൂല. 1-2 മാസം ഉണ്ടാവും ഓന്റെ ഒടുക്കത്തെ സൽക്കാരം. അത് കഴിഞ്ഞാൽ പഠിച്ചോനെ ശരിയാക്കും. ഇത് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിനെ അവഹേളിക്കാണ്. ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാണ് നമ്മുടെ സഹോദരങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ആൺകുട്ടികൾ വേണം നാട്ടിൽ. ചിലപ്പോ പാവപ്പെട്ടൊരു പെൺകുട്ടിനെ കെട്ടിക്കാൻ നാട്ടുകാർ പിരിവെടുത്തിട്ടേക്കാരം. എന്നിട്ട് ആ വീട്ടിലേക്കാണ് പുതിയാപ്പിളിയും കൂട്ടരും ഈ കോലത്തിൽ വരുന്നത്. പുതിയന്റെ പേരിന് 4 അയലത്തെത്തരുത്. അടിച്ചിട്ടാട്ടണം. അതിനൊരു കേസ് വരികയാണെങ്കിൽ അത് നടത്താൻ നാട്ടുകാർ നല്ലൊരു പിരിവെടുക്കുക. അങ്ങനെ എല്ലാ നാട്ടുകാരാണ് ഒരുങ്ങിയിരുന്നെങ്കിൽ ഈ തമ്മാടിത്തരാണ് നിൽക്കുന്നത്. അല്ല എന്താ അതിനൊക്കെ മാർഗം? എന്തും ചെയ്യാന്നുള്ളൊരു നിലപാട്. വല്ലാത്തൊരവസ്ഥ. ബദറൊക്കെ ആവർത്തിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ തമ്മിൽ തന്നെ ആവുന്നു മാത്രം. ഏതായിരുന്നാലും സഹോദര, പറഞ്ഞു വരുന്നത് അവിചാരിതമായിട്ട് ചിലപ്പോൾ ചില അടികളൊക്കെ ഉണ്ടാവും. ആ കല്യാണ പരിയിൽ ഒന്നടി. അതിന് റിഹേഴ്സലൊന്നും വേണ്ട അടി. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാന്റെ സഹായത്തിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ. മൂത്തത്തി യുദ്ധം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ. അള്ളാന്റെ സഹായം സത്യവിശ്വാസികൾക്കുണ്ടാവും എന്നതിന്റെ വലിയ തെളിവാണത്. ലക്ഷക്കണക്കിന് ശത്രുക്കൾ, ഏതാനും ആയിരങ്ങൾ സത്യവിശ്വാസികൾ. സഹോദര, അവരോട് ഏറ്റുമുട്ടുമ്പോ ഇവർക്ക് ഒരു നിലക്കുമുള്ള ഒരു പതറലും ഉണ്ടായില്ല. എന്തുകൊണ്ട്? ഈമാനാണത്. മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു. 3 ക്യാപ്റ്റന്മാർ അവരായിരുന്നു. റസൂല് പങ്കെടുക്കാത്ത ഈ സംഭവം ലൈവായിട്ട് ഇങ്ങനെ കണ്ടു എന്നാണ് റസൂല്. ആ സംഭവമൊക്കെ ചരിത്രത്തിൽ വായിച്ചാൽ കണ്ണീര് മുറിഞ്ഞു പോകും.
എന്താ കാരണം? സഹോദര അബ്ദുല്ലാഹി മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റസൂലുള്ളാഹിന്റെ ദത്തപുത്രനായ സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹമായിരുന്നു ആ യുദ്ധത്തിന്റെ ക്യാപ്റ്റൻ, ചീഫ് കമാൻഡർ സ്ഥാനം കൊടുത്ത അദ്ദേഹത്തിന്. ആദ്യം അദ്ദേഹം ഷഹീദാകുമെന്ന് റസൂലുള്ള പ്രവചനം നടത്തിയിരുന്നു. എന്നിട്ട് പേടിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഷഹീദായി വീണ ഉടനെ റസൂല് സ്വഹാബത്തിനോട് പറഞ്ഞു, യുദ്ധത്തിന് പോകാത്തവരോട് പറഞ്ഞു, സയ്യിദ് ഇബ്നു ഹാരിസ ഷഹീദായി. അദ്ദേഹത്തിന് സ്വർഗത്തിലുള്ള സ്ഥാനങ്ങളെ പറ്റി പറഞ്ഞു. സഹോദര, രണ്ടാമത് ജഅഫർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ അപ്പോഴും റസൂല് പറഞ്ഞു, ജഅഫർ ഷഹീദായി. പക്ഷെ ജഅഫർ റളിയല്ലാഹു അൻഹു റസൂൽ ഒരു പേര് കൊടുത്തു. എന്താണത്? ദുൽ ജനാഹൈൻ. എന്താ കാരണം? ജഅഫർ റളിയല്ലാഹു അൻഹു രണ്ട് കൈകളും ശത്രുക്കൾ വെട്ടിമാറ്റി. നോക്കണങ്ങള്, രണ്ട് കൈകളും ശത്രുക്കൾ വെട്ടിമാറ്റി. ചരിത്രത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ജഅഫർ റളിയല്ലാഹു അൻഹു രണ്ട് കൈയിന്റെ സ്ഥാനത്ത് രണ്ട് ചിറകുകൾ നൽകി. ഒറിജിനൽ ചിറകുകൾ നൽകിയതാണ്. രണ്ട് കൈകൾക്ക് പകരം രണ്ട് ചിറകുകൾ നൽകി. അതുകൊണ്ടാണ് ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള പേര് വന്നത് ദുൽ ജനാഹൈൻ, രണ്ട് ചിറകുള്ള ആള്. ജഅഫർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ള എന്ന കുട്ടി റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വന്നാൽ, രണ്ട് ചിറകുള്ള ആളുടെ മകനെ താങ്കൾക്ക് സലാം എന്നായിരുന്നു പുണ്യ നബി പറഞ്ഞിരുന്നത്. ഒരു കൈ അദ്ദേഹത്തിന്റെ മുറിഞ്ഞ് വേറിട്ട് പോയിട്ട് അദ്ദേഹം മാറിയില്ല. ഒരു കൈ മുറിഞ്ഞു പോയിട്ട് മാറിയില്ല. ടി വിയിൽ ഇങ്ങനെ ചില രംഗങ്ങൾ കാണുന്നത് പോലെ റസൂൽ നേരെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോഴാ റസൂൽ അദ്ദേഹം ഷഹീദായ ഉടനെ തന്നെ ജഅഫർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയത്. ജഅഫർ റളിയല്ലാഹുവിന്റെ കുട്ടിയുടെ മുറ്റത്ത് ഇങ്ങനെ കളിക്കുന്നു. ആ കുട്ടിയെ കണ്ടതോടുകൂടെ റസൂലിന്റെ നിയന്ത്രണം പോയി. ആ കുട്ടിന്റെ വാപ്പ വളരെ ദാരുണമായിട്ട് ഷഹീദായല്ലോ എന്ന് ആലോചിച്ചു. എന്തായിരുന്നാലും മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു, അതിന്റെ ശേഷം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, മൂന്ന് പേരും ഷഹീദായി. അതിന്റെ ശേഷം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. വിജയമുണ്ടായി നമുക്ക്. ഞാനത് പറയുന്നത് സഹോദര, നമ്മൾ വിചാരിക്കുന്നത് പോലെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ്. ഈ വിഷയത്തിലും മദീനയിലെ ബനു നദീർ ഗോത്രക്കാർ, യഹൂദി ഗോത്രക്കാർ, അവർക്ക് ശക്തമായ കോട്ടകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കോട്ടകൾ അവരെ സംരക്ഷിക്കുമെന്ന് അവർ വിചാരിച്ചു. അവരെ ഒരിക്കലും പുറത്താക്കുക എന്ന് നടക്കില്ല എന്ന് സ്വഹാബത്ത് വിചാരിച്ചു. അവരാകട്ടെ മുനാഫിക്കുകളെയും മക്കയിലുള്ള ശത്രുക്കളെയും കൂട്ടുപിടിച്ച് റസൂലും സ്വഹാബത്തിനെതിരെ പ്രവർത്തിക്കുന്നു. അതൊക്കെ പൊളിഞ്ഞു. അവരെ ഗൂഢതന്ത്രങ്ങൾ, അതോടുകൂടെ അവരെ പുറത്താക്കാൻ ശ്രമിക്കുക. പക്ഷെ അവർ വിചാരിച്ചത് ഞങ്ങളെ പുറത്താക്കാൻ ആർക്കും കഴിയില്ല എന്നാണ്. എന്നാൽ അള്ളാഹു പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഒരു ഭയം വിട്ടുകൊടുത്തു. അങ്ങനെയുണ്ടല്ലോ, അവിടെ മനസ്സിലേക്ക് അള്ളാഹു താല ഒരു ഭയം വിട്ടുകൊടുത്തു. അതാണ് ഖുർആൻ പറയുന്നത്, ഫഅ്തബിറൂ യാ ഉലിൽ അബ്സാർ. അള്ളാഹു താല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, സഹോദര, ബുദ്ധിയുള്ള ആളുകളെ വിളിച്ചിട്ട്, കണ്ണുള്ളവരെ, ഉൾക്കാഴ്ചയുള്ളവരെ വിളിച്ചിട്ട് ഉറ്റാലോചിക്കാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടാൻ. ഈ സംഭവത്തിൽ വലിയ പാടുണ്ട്. അവരെന്താ ചെയ്തറിയോ? അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ആ കോട്ട വളഞ്ഞു. ആദ്യം അവർ വിചാരിച്ചില്ല ഞങ്ങളെ പുറത്താക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു, പുറത്തുള്ളവരുടെ ഏതാനും ഈന്തപ്പനകൾ മുറിച്ചളി എന്ന് പറഞ്ഞു. ഈന്തപ്പനകൾ വെട്ടിടാൻ പറഞ്ഞു. അത് പ്രത്യേക സാഹചര്യത്തിലാണ്. ശത്രുക്കളോടുള്ള യുദ്ധമാണെങ്കിൽ പോലും പ്രകൃതിയോട് അങ്ങനെ ചെയ്യൂലായിരുന്നു. അതായത് ഒറ്റ മരവും വെട്ടാൻ വിധങ്ങൾ കൽപ്പിക്കൂല. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ അവരൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് തന്നെ ഏതാനും മരങ്ങളാണ് വെട്ടാൻ പറഞ്ഞത്. അങ്ങനെ അവരാകെ പേടിച്ചു പോയി. അവരോട് പറഞ്ഞു, വേഗം സ്ഥലം വിട്ടോളൂ. അപ്പൊ അവരെന്ത് ചെയ്തു? വീട്ടിന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ, കൊണ്ടുപോകാൻ കഴിയുന്നതൊക്കെ പെറുക്കി കൂട്ടി, ഭാണ്ഡമാക്കി കെട്ടി. ബാക്കിയുള്ളത് മുഴുവനും, കൊണ്ടുപോകാൻ കഴിയാത്തത് സ്വഹാബത്തിനും ലഭിക്കരുത് എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്തു? എല്ലാം തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു. അതാണ് അള്ളാഹു പറയുന്നത്, യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം. അവരുടെ വീടുകളെ അവരുടെ സ്വന്തം കൈകളെ കൊണ്ട് അവർ നശിപ്പിച്ചു കളഞ്ഞു എന്ന് ഖുർആൻ പറയുന്ന. അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു? ഒരിക്കലും അവർ പോവില്ല എന്ന് കരുതിയവർ അവർക്ക് പോകേണ്ടി വന്നു, മദീന വിടേണ്ടി വന്നു. യഥാർത്ഥത്തിൽ അവർ ചെയ്ത ചില ഗൂഢതന്ത്രങ്ങളും അവരുടെ ചില കളികളുമാണ് അവരെ പുറത്താക്കാൻ കാരണമായത്.
അത് നമ്മൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും കൊടുത്തതാ, പക്ഷെ അവർ നശിപ്പിച്ചു. അല്ലാഹു പറയാണ് വലൗലാ അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാഅ ലഅദബഹും ഫിദ്ദുനിയാ വലഹും ഫിൽ ആഖിറതി അദാബുൻ നാർ. നോക്കൂ, ഈ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അതായത് ഇവരെപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു, അല്ലാഹു തആല നശിപ്പിച്ചു അവർക്ക്. അതായത് അവർ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ അവരെ നാട്ടിൽ നിന്ന്, മദീനയിൽ നിന്ന് അവർക്ക് പോകേണ്ടി വന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹു ആ നാട് വിട്ടു പോകാൻ അവർക്ക് അല്ലാഹു തആല വിരിച്ചു, അങ്ങനെ സാഹചര്യം ഉണ്ടാക്കി. ഇനി നമ്മളിങ്ങനെ ചിന്തിക്കാണ്, അവർ ആ കോട്ടയിൽ നിന്ന് പോകാതിരുന്നാലോ? ഒന്നായിട്ട് അള്ളാഹ്ക്ക് ശിക്ഷ ഇറക്കാൻ കഴിയൂലേ? അതാണ് അള്ളാഹു പറയുന്നത്, വലൗലാ അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാഅ. അവരാ നാട് വിട്ടുപോകൽ അള്ളാഹു അവരുടെ മേലിൽ വിരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഅദബഹും ഫിദ്ദുനിയാ, ദുനിയാവിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുമായിരുന്നു. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ശിക്ഷിക്കാൻ അള്ളാഹു കഴിയല്ലോ. അപ്പോ മഹാനായ സ്വാലിഹ് നബിയെ വധിക്കാൻ വേണ്ടിയിട്ട് ഗുഹയിൽ ഒളിച്ചു നിന്നു. സ്വാലിഹ് നബിയെ വധിക്കാൻ വേണ്ടി ഒരു ഗുഹയിൽ ഒളിച്ചു നിന്നു. സ്വാലിഹ് നബിയെ വധിക്കാൻ വേണ്ടി ഗുഹയിൽ ഒളിച്ചു നിന്നവരെ അള്ളാഹ് എങ്ങനെ നശിപ്പിച്ചത്? ആ ഗുഹാമുഖം അള്ളാഹു തആല വലിയൊരു കല്ല് കൊണ്ടാണ് അടച്ചു. വലിയ ഒരു കല്ല് കൊണ്ട് അടച്ചു. ശ്വാസം കിട്ടാതെ മരിച്ചു അവർ. അവരുടെ ഗൂഢതന്ത്രം എന്തായിരുന്നു? സ്വാലിഹ് നബിയെ കൊല്ല എന്നതായിരുന്നു. നടന്നോ? ഇല്ല. ഇത്രേ ഉള്ളൂ അതിന്റെ കാര്യം. എങ്ങനെയാണെങ്കിലും അള്ളാഹു എനിക്ക് നശിപ്പിക്കും. സഹോദരാ, അതൊരു വിഷയമുള്ള കാര്യമല്ല. അതാണ് ഖുർആനിൽ അള്ളാഹു പറയുന്നത്. അങ്ങനെ അള്ളാഹു അവർക്ക് ആ നാട് വിടൽ അവരുടെ മേലിൽ വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അവരെ ശിക്ഷിക്കുമായിരുന്നു. വലഹും ഫിൽ ആഖിറതി അദാബുൻ നാർ. അവർക്ക് പരലോകത്ത് അവർക്ക് നരകാഗ്നിയുണ്ട്. അള്ളാഹു പറയാണ്, പരലോകത്ത് അവർക്ക് നരകാഗ്നിയുണ്ട്. വലഹും ഫിൽ ആഖിറതി അദാബുൻ നാർ. അവ ദുനിയാവിൽ അല്ലാഹു തആല പല നിലക്കുമുള്ള ശിക്ഷ നൽകും. ആഖിറത്തിൽ പരലോകത്ത് അവർക്ക് വേറെ നിലക്ക് ശിക്ഷയുണ്ട്. എന്താ കാരണം? ദാലിക ബിഅന്നഹും ശാഖുല്ലാഹ വറസൂല. അവർ അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും മത്സരിച്ചത് കാരണമാണത്. അല്ലാഹുവിനോട് മത്സരിക്കാൻ പാടില്ല, വിവരറിയാം. സഹോദരാ, അവർ അള്ളാഹുവിനോട് മത്സരിച്ചു. അതുകൊണ്ടാണല്ലോ അള്ളാന്റെ കോപത്തിന് അവർ ഇരയായത്. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരുടെ കെണിയിൽ പെടാതിരിക്കാൻ വേണ്ടി, ജൂതന്മാരുടെ കെണിയിൽ പെടാതിരിക്കാൻ വേണ്ടി ഓരോ ദിവസവും ഫാത്തിഹയിലൂടെ നമ്മൾ ദ്വാരക്കുന്നു, ഗൈറിൽ മഗ്ലൂബി അലൈഹിം. അള്ളാഹുവേ, നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലേക്കല്ല, നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തല്ലേ എന്ന് നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ദേഷ്യത്തിന് പാത്രമായ വിഭാഗം യഥാർത്ഥത്തിൽ യഹൂദികളാ. വേദഗ്രന്ഥത്തിൽ കൃത്രിമം കാണിച്ചു. അമ്പിയാക്കളെ മുഴുവനും അമ്പിയാക്കളെ കൊന്ന് പാരമ്പര്യമുണ്ടായി. പല അമ്പിയാക്കളെയും കൊല്ലാൻ പ്ലാന് പഠിച്ചോ തകർത്തതാ. ഈസ നബിയെ കൊല്ലാൻ, പുണ്യനബിയെ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ മുത്തുനബിയെ കൊല്ലാൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അല്ലാഹു തകർത്തതാ. ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടും അങ്ങനെ കൊടും ചതിയിലൂടെ കൊല്ലാൻ അവർ ശ്രമിച്ചതാ, നടന്നിട്ടില്ല. അതുകൊണ്ടാണ് സഹോദര, ഫലസ്തീന്റെ മണ്ണിൽ ഇന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ നമ്മുടെ പെൺകുട്ടികൾ പോലും സഹോദര കരിങ്കല്ലിന്റെ ചീളുമായി ജൂത പട്ടാളക്കാരെ നേരിടേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? കൊടുംക്രൂരന്മാരാണവർ. 12-13 വയസ്സുള്ള കുട്ടികളെ വരെ മെഷീൻ ഗൺ ഉപയോഗിച്ച് കൊല്ലുകയാണവർ. യാതൊരു ദയവുമില്ല. ആരാണെങ്കിലും ചെറിയ കുട്ടികളോട്, കുരുന്നുകളോട് ദയ കാണിക്കില്ലേ? അതിനുപോലും അവർക്ക് മനസ്സില്ല. എന്തു വലിയ വിളയാട്ടമാണവർ. ലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം നടത്തുന്നത് അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടെ. ജൂതന്മാരാ, അവർ എല്ലാ കാലത്തും ആ വടി സ്വീകരിച്ചു, മഹാക്രൂരത കാണിച്ചു. അവർ
അല്ലാഹു പറയുന്നത് ദാലിക ബിഅന്നഹും ശാഖുല്ലാഹ വറസൂല, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും മത്സരിച്ചത് കാരണമാണ് അവർക്ക് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ വന്നത്, പരലോകത്ത് വേദനാജനകമായ ശിക്ഷ റബ്ബ് ഒരുക്കി വച്ചതും. അല്ലാഹു പറയുന്നത് വമൻ യുശാഖില്ലാഹ ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹു പറയുന്നത് അല്ലാഹുവിനോട് മത്സരിക്കുന്നവൻ ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു ശക്തിയായി ശിക്ഷിക്കുന്നവനാകുന്നു. അല്ലാഹുവിനോട് ആരും മത്സരിക്കണ്ട, അല്ലാഹുവിനോട് മത്സരിക്കരുത്. സൃഷ്ടാവിനോട് മത്സരിച്ചാൽ അതിന്റെ ഫലം അല്ലാഹു നൽകുമെന്ന് പറയുന്നു. ഇത് നമുക്കും ഒരു പാഠമാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതെ അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര, നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ പരീക്ഷണം വരും, അവന്റെ ശിക്ഷ വരും. അതാണോ ഈ മഴയില്ലാത്ത അവസ്ഥ? നമ്മൾ പേടിക്കേണ്ടതല്ലേ? ഒരു കാലത്ത് അല്ലാഹു ശിക്ഷിച്ചത് ഈ ദുനിയാവിൽ നിന്ന് സഹോദര മഴയില്ലാതെയായിരുന്നു, വെള്ളം മടക്കിയിട്ടായിരുന്നു. ആദ്യ സമൂഹത്തിന് ആദ്യം അല്ലാഹു വെള്ളം മടക്കി, പിന്നെയാണ് അല്ലാഹു കൊടുങ്കാറ്റ് കൊടുത്തത്. മഹാനായ നൂഹ് നബിയുടെ ജനതക്ക് അല്ലാഹു വെള്ളം മടക്കി, പിന്നെയാണ് അല്ലാഹു വെള്ളപ്പൊക്കം കൊടുത്തത്. ഒരുപാട് ആളുകളെ, ഒരുപാട് സമൂഹങ്ങളെ അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയാണ്? അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല പേടി വേണം. അല്ലാഹുവിന്റെ ശിക്ഷ പല രൂപത്തിലും വരും, അവനെ മറന്ന് ജീവിക്കും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഒക്കെ എളുപ്പമുള്ളതാണ്. ഇന്നദ്ദീന യുസ്ർ, അല്ലാഹു പറഞ്ഞു ഇന്നദ്ദീന യുസ്ർ, ദീന് എന്ന് പറയുന്നത് എളുപ്പമാകുന്നു. അതായത് നമുക്ക് ഞെരുക്കമുള്ള ഒന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. റമദാനിൽ വരാൻ പോകുന്ന നോമ്പ് സഹോദര ഞെരുക്കമാണെന്ന് കരുതരുത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രശ്നവും വരില്ല സഹോദര. നമുക്ക് നമ്മുടെ ശരീരത്തിന് അത് കാരണം രോഗം വരില്ല എന്ന് മാത്രമല്ല, രോഗം മാറുന്നൊരവസ്ഥയാണ് നൽകുന്നത്. ഹൈന്ദവര്, ക്രൈസ്തവര്, എത്രയോ വിശ്വകരന്മാർ നമ്മുടെ കൂടെ നോമ്പ് നോൽക്കുന്നവരുണ്ട്, പ്രഭാതം മുതൽ പ്രദോഷം വരെ. നവൈത്തോ സോമവതിന് എന്നവർ പറയുന്നില്ല, നീയത്തൊന്നുമില്ല. അവർക്ക് ഭൗതികമായ ചില ലക്ഷ്യങ്ങളാണ് അതിന്റെ മുന്നിൽ. ഞാൻ പറയുന്നത് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എല്ലാം ശാസ്ത്രീയമാണ്, യുക്തമാണ്. എന്നിട്ട് അത് ചെയ്യാതെ അവന് എതിര് നിൽക്കുന്നൊരവസ്ഥ വന്നാൽ തീർച്ചയായും അല്ലാഹു പിടികൂടും. അല്ലാഹുവിനോട് മത്സരിക്കരുത്. 5 നേരം നിസ്കരിക്കണമെന്ന് പറയുമ്പോ സഹോദര അതൊരു സമയം കാണാത്ത എത്ര പേരുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ സമയം. നിസ്കരിക്കുന്നവർ തന്നെ ചില ആളുകൾ സമയബന്ധിതമായി നിർവഹിക്കുന്നില്ല. ജോലി സ്ഥലത്ത് ഇന്ന സമയത്ത് എത്തണം എന്ന് പറഞ്ഞാൽ അവൻ കൃത്യമായിട്ടെത്തുന്നു. ഓഫീസിൽ 9 മണിക്ക് എന്ന് പറഞ്ഞാൽ 9 മണിയുടെ മുമ്പ് തന്നെ ഹാജരാകുന്നു. അതല്ലെങ്കിൽ തന്റെ ജീവിതത്തെ ബാധിക്കും അത്. സഹോദര ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് ചെയ്യാൻ മടിയാണ്. ഒരു കച്ചവടക്കാരനാണെങ്കിൽ സാധനങ്ങൾ തൂക്കുന്ന സമയത്ത് കൃത്യമായി നോക്കുന്നുണ്ട്. ഒന്നായിട്ട് വാരി വലിച്ച് കൂടുതൽ കൊടുക്കുന്നില്ല. എന്താ കാരണം? നഷ്ടത്തിൽ കലാശിക്കും കച്ചവടം. എന്നാൽ വാരി വലിച്ച് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു ചിന്തയും ഇല്ലാതെ കാട്ടിക്കൂട്ടൽ മാത്രം. പെൺമ വെള്ളം കുടിക്കുന്നത് പോലെ പെട്ടെന്ന് കുടിച്ചു പോകുന്നത് പോലെ, അല്ലെങ്കിൽ റബ്ബർ പന്ത് കുട്ടികൾ എറിയുമ്പോൾ തറയിൽ നിന്ന് പെട്ടെന്ന് ഉയർന്നു വരുന്നത് പോലെ സുജൂദിലെത്തിയാൽ പെട്ടെന്ന് ഉയരുന്നു. തുമഇനീനത്ത് എന്ന് പറയുന്ന അടക്കമെന്ന നിർബന്ധം വരുന്നില്ല. ഇതൊക്കെ ശരിക്കും മത്സരായിട്ട് വരും, അല്ലാഹുക്ക് എതിരായിട്ട്. നോക്കൂ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്ക് ചെയ്യാതെ ഒരു ദിവസം പത്രം വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്, ഇല്ലേ? നമുക്ക് നമ്മുടെ അവസ്ഥ അതാണ്. എന്നാൽ അതേസമയം നോക്കൂ സഹോദര, നമ്മൾ ചിന്തിക്കണം. ഒരു ദിവസം ഖുർആൻ ഓതിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനില്ല. അങ്ങനല്ല വേണ്ടത്. എന്തായിരുന്നാലും യഹൂദികളുടെ അവസ്ഥ ഉണ്ടാവരുത്. അല്ലാഹു പറയുന്നത് അല്ലാഹുവിനോട് ആരെങ്കിലും മത്സരിച്ചാൽ അല്ലാഹു തആല ശക്തമായി ശിക്ഷിക്കുന്നവനാണ്. മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇذനില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ.
നോക്കൂ, ഏതാനും മരങ്ങൾ വെട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ആവശ്യപ്പെട്ടു. കോട്ടക്കകത്തുള്ള ശത്രുക്കൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി അവരെ മുതലൊരൽപ്പം നശിപ്പിക്കാനാണ്. അങ്ങനെ അവർ കുറച്ച് മരങ്ങളൊക്കെ വെട്ടി. ഈ സമയത്ത് സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു ആശയക്കുഴപ്പം, അത് പാടുണ്ടോ കണ്ടോ? അപ്പൊ നമ്മൾ നീതിയാണ് ചെയ്യലെന്ന് മനസ്സിലായില്ലേ? സഹോദര, നോക്കൂ, നിങ്ങൾ ശത്രുക്കളാണെങ്കിൽ പോലും അവരെ മുതൽ നശിപ്പിക്കുക എന്നൊരു സംഗതിയില്ല. അതേസമയം ഇവർ ഇസ്ലാമിനെതിരെ വല്ലാതെ കളിച്ചു, ഉള്ള ഗൂഢതന്ത്രങ്ങൾ മുഴുവനും ആവിഷ്കരിച്ചു. ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത മഹാപാതകം അവർ ചെയ്തതുകൊണ്ട്, അതുകൊണ്ടാണ് സഹോദര അവരെ പുറത്താക്കൽ നിർബന്ധമായത്. ആ പുറത്താക്കാൻ, ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു? ഏതാനും മരങ്ങൾ വെട്ടാൻ പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചിന്തിക്കുന്നത്, മരങ്ങൾ വെട്ടാൻ പാടുണ്ടോ? കാരണം റസൂൽ അവരെ പഠിപ്പിച്ചത് ഒരിക്കലും യുദ്ധക്കളത്തിലും മരങ്ങൾ വെട്ടരുത്, ശത്രുക്കളെ മുതൽ നശിപ്പിക്കും. ഇസ്ലാമി ഇങ്ങനെയൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് അവർക്ക് സംശയം വന്നത്. അപ്പൊ അള്ളാഹു അതിന് മറുപടി പറയുന്നത്, മരങ്ങളിൽ നിന്ന് നിങ്ങൾ വെട്ടിയത്, ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ, വെട്ടാതെ മുരടോടുകൂടെ അത് അതിന്റെ മുരടിൽ അതിന്റെ അസ്ലിൽ നിർത്തിയതും ഉപേക്ഷിച്ചതും അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാകുന്നു. റസൂലിന്റെ സ്ഥാനം നോക്കി നിങ്ങൾ. അള്ളാഹു പറയാ, നിങ്ങൾ കുറച്ച് മരം വെട്ടിയില്ലേ, ബാക്കി വെട്ടാതെ ഒഴിവാക്കി. ഇത് രണ്ടും അള്ളാന്റെ കൽപ്പന പ്രകാരം. അത് റസൂലിന്റെ നാവിലൂടെ പറഞ്ഞു എന്ന് മാത്രം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ശരിക്കും മരം വെട്ടാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഏതാനും മരങ്ങൾ അതിന് വ്യത്യസ്തമായി ഇപ്പൊ വെട്ടിയില്ലേ, അത് ഞാൻ പറഞ്ഞിട്ടാണ്. ആശയക്കുഴപ്പത്തിലാകണ്ട. നീതിയുടെ മതമാണ് സഹോദര ഇസ്ലാം. എന്നാൽ സൃഷ്ടാവായ അള്ളാന്റെ കൽപ്പന പ്രകാരമേ റസൂൽ എന്തും ചെയ്യും. റസൂല് ദേഹേച്ഛക്കനുസരിച്ച് സംസാരിക്കൂലാണ്. റസൂല് സംസാരിക്കുന്നത് മുഴുവനും വഹ്യിന്റെ അടിസ്ഥാനം. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടത്. റസൂലിന്റെ സ്ഥാനം മനസ്സിലാക്കണം. എന്നിട്ട് എന്തിനാണ് ഏതാനും മരങ്ങൾ വെട്ടാൻ പറഞ്ഞത്? അത് അള്ളാന്റെ കൽപ്പന പ്രകാരം ആ മഹാധികാരികളെ അവരെ നിന്ദ്യരാക്കാൻ വേണ്ടിയാകുന്നു. അത് ഓരോന്ന് കൊച്ചാക്കാനാണ്, ചെറുതാക്കാനാണ്. അത് സാധിക്കുമെന്നുണ്ടെങ്കിൽ അവരൊന്ന് തടയട്ടെ ആ മരം മുറിക്കുന്നത്. അവർക്ക് കഴിഞ്ഞില്ല. അള്ളാഹുയുടെ മനസ്സിൽ വല്ലാത്തൊരു ഉൾഭയം വിട്ടുകൊടുത്തു. അതോടുകൂടെ അവർ വല്ലാതെ പേടിച്ചു. സഹോദരൻ വല്ലാതെ പേടിച്ചുപോയി. അതാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത് എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, ഒന്നും നേരം മറിച്ചില്ല. ചില ആളുകൾ പറഞ്ഞില്ലേ, മുഹമ്മദ് നബി സ്വന്തം പിതാക്കളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട്. ആ സമയത്ത് അള്ളാഹു മറുപടി പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഹവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നക്ഷത്രത്തെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദ് നബി ഒരിക്കലും പിഴച്ചിട്ടില്ല, വഴിതെറ്റിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അല്ലാഹു പറയാണ്, വമാ യൻതിഖു അനിൽ ഹവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹേച്ഛക്കനുസരിച്ച്, തന്നിഷ്ടത്തിനനുസരിച്ച് ഒരിക്കലും സംസാരിക്കില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്നാണ്. അതുകൊണ്ടാണ് ലോകം റസൂലിനെ അംഗീകരിച്ചത്. റസൂൽ കൽപ്പിച്ചത് ഒരിക്കലും പഴക്കില്ല. റസൂൽ ചെയ്യുന്നത്, പറയുന്നത് മൗനാനുവാദം സഹോദര, അതൊന്നും ഒരിക്കലും പഴക്കില്ല. അതുകൊണ്ടാണ് ഖുർആൻ എന്താന്ന് ചോദിച്ചാൽ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചില്ലേ, റസൂലിന്റെ ജീവിതം എങ്ങനെയാണ്? അതിന് മറുപടിയായിട്ട് ആയിഷ ബീവി പറഞ്ഞത് ഖുർആൻ. റസൂലുള്ളാഹിന്റെ ജീവിതം അത് വിശുദ്ധ ഖുർആനാകുന്നു. ഖുർആന്റെ അധ്യാപനങ്ങൾ അതിനനുസരിച്ച് മാത്രമാണ് അള്ളാഹുവിന്റെ തിരുദൂതരുടെ ജീവിതം എന്ന്. അതുകൊണ്ടാണ് ലോകത്തൊരുപാട് നായകന്മാർ വന്നിട്ട്
സഹോദര, മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് നായകന്മാർ, നല്ല നല്ല മനുഷ്യർ, ഈമാനില്ല പക്ഷെ നല്ല നല്ല മനുഷ്യർ, നല്ല സൽസ്വഭാവികൾ, അവർക്കൊക്കെ ഓരോ പ്രത്യേക സ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങളുണ്ട്. എന്നാൽ ലോകത്ത് ഏത് ഭാഗത്ത് ഏത് നിലക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും എല്ലാ നിലക്കും ഉന്നതി അല്ലാഹു നൽകിയത് ഈ റസൂലിനാണ്. അത് മറ്റുള്ള മതസ്ഥർ പോലും അത് അംഗീകരിച്ചില്ല. ഞാൻ കൂടുതൽ അതിലേക്ക് വരുന്നില്ല. എന്തായിരുന്നാലും ഇവിടെ ആ മരം, ഏതാനും ഈന്തപ്പനകൾ വെട്ടിയത് അത് ഇഷ്ടപ്രകാരം റസൂൽ ചെയ്തതല്ല, റസൂലിന്റെ ഭാഗത്തുനിന്ന് അത് ഒരു പിഴവ് സംഭവിച്ചതല്ല, അത് അള്ളാന്റെ അനുമതി പ്രകാരമാണ് എന്ന് ഇനി അതിൽ ആശയക്കുഴപ്പം വേണ്ട എന്നുള്ളതാണ്. കിട്ടിയ ചാൻസിലൊക്കെ മുറിക്കാന്നല്ല അവര് പറഞ്ഞത്, കരുതിയത് മുറിക്കാൻ പറ്റുമോ എന്നാ ചിന്തിച്ചത്. പക്ഷെ റസൂല് പറഞ്ഞതാണ്, അവരത് അംഗീകരിച്ചു. എന്നാലും പിന്നെ അതിലൊരു അഭിപ്രായ വ്യത്യാസം വേണ്ട. അതാണ് അള്ളാഹു പറയുന്നത്, മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ. നിങ്ങൾ മരം മുറിച്ചതും മുറിക്കാതെ മരടോടുകൂടെ നിലനിർത്തിയതും അതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. വലിയുഖ്സിയൽ ഫാസിഖീൻ, അത് മഹാധികാരികളായ ആ ജനതയെ, ആ വിഭാഗത്തെ അവരെ നിന്ദ്യരാക്കാനും വേണ്ടിയാണ്. അള്ളാഹു താല നിന്ദിക്കാൻ വിചാരിച്ചാൽ അത് പല രൂപത്തിലും അള്ളാഹു താല നിന്ദിക്കും, പല രൂപത്തിലും. അതിന്റെ ഒരു ഉദാഹരണമാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. അപ്പോ ഇന്ന് നമ്മൾ ഓതി വെച്ച ആയത്തിലൂടെ വളരെ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തസ്ബീഹിന്റെ കാര്യം, മറ്റൊന്ന് മദീനയിൽ നിന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു യഹൂദി ഗോത്രത്തെ പുറത്താക്കിയത്. ആ പുറത്താക്കിയത് അതിനുള്ള കാരണം യഥാർത്ഥത്തിൽ റസൂലിനും സ്വഹാബത്തിനും ഇസ്ലാമിനും നേരെ എല്ലാ കളികളും അവർ കളിച്ചതുകൊണ്ട് ഈ പ്രകാശം ഊതിക്കെടുത്താൻ എല്ലാ സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവർ മാന്യത വിട്ടു. അതുകൊണ്ട് തൽക്കാലം അവരവിടുന്ന് പുറത്താക്കല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് അവർ സിറിയയുടെ ചില ഏരിയകളിലേക്ക്, ഷാമിന്റെ ചില ഭാഗങ്ങളിലേക്ക് അവർ കുടിയേറി പാർത്തുകയാണ്. വേറെ വഴിയില്ലായിരുന്നു. എന്നാലും അവരെ ശാരീരികമായിട്ട് മർദ്ദിക്കൊന്നും ചെയ്തില്ല. അതിനുള്ള മര്യാദ. മകൻ വല്ലാതെ വേണ്ടാത്തത് കാട്ടിയപ്പോൾ വാപ്പ തൽക്കാലം ജോലിയിൽ പോയിക്കോന്ന് തിരിച്ചു. സാധാരണ സംഭവിക്കാറില്ല. എന്നതുപോലെ ഒരു അക്രമത്തിന്റെ വഴി സ്വീകരിച്ചപ്പോ അസ്സലാം, ഇത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ നൽകാം. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ബാങ്ക് വളരെ നേരത്തെ ആവാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം നേരത്തെ എത്തുന്ന കാര്യം